പത്തനംതിട്ട ഓമല്ലൂരിലെ അഗതി മന്ദിരത്തിൽ 17-കാരൻ മർദ്ദനത്തിനിരയായ സംഭവത്തിൽ സ്ഥാപന ഉടമ പാസ്റ്റർ ബിനുവിന്റെ ആരാധനാ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധവുമായി ബിജെപി. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ബിനു പാസ്റ്ററിൻ്റെ ഒരു വണ്ടി ഇവിടെ വരികയും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെന്നീർക്കര പോയപ്പം ഞങ്ങൾക്ക് ഗേറ്റ് തുറന്നു തരികയും പൂട്ടുകയും എല്ലാം ചെയ്ത ഒരാളാണ് ഇന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത്. ആ വണ്ടിയുടെ ഡ്രൈവർ ഇവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തകനെയും അതുപോലെ തന്നെ നമ്മുടെ ഒരു കൂടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടനെയും വണ്ടിയിൽ ഇടിച്ചിടുകയുണ്ടായി. അപ്പം ഇന്ന് നമ്മൾ ഇവിടെ വന്നേക്കുന്നത് ഈ സ്ഥാപനം ഇനി ഇവിടെ നടത്താൻ പാടില്ല എന്നുള്ള ഒരു കാര്യത്തിലാണ് വന്നേക്കുന്നത്. ഈ പഞ്ചായത്തിൽ ആദ്യമായിട്ട് ഈ ബിനുവിനെതിരെ പരാതി കൊടുക്കുന്നത് ആക്ഷൻ കൗൺസിലാണ്. പുത്തൻപീടിയെ കേന്ദ്രമാക്കി ഒരു സ്ഥാപനം തുടങ്ങുവാൻ വേണ്ടി ഇദ്ദേഹം ശ്രമിച്ചപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ആദ്യം കേസ് കൊടുക്കുന്നത് ഈ ആക്ഷൻ കൗൺസിലാണ്. ഈ ആക്ഷൻ കൗൺസിലിൻ്റെ കേസിൻ്റെ പേരിലാണ് പഞ്ചായത്ത് ഇവനെക്കുറിച്ച് പഠിക്കാനും ഇവൻ എന്താണ് ചെയ്യുന്നത്, എന്താണ് ഇവരുടെ പ്രവർത്തനം എന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും പഞ്ചായത്ത് ശ്രമിച്ചത്. അതിൻ്റെ ഒരു ഭാഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നത്. ഓമല്ലൂരിലെ എലോഹി പ്രാർത്ഥനാ കേന്ദ്രത്തിൽ ആരാധനയ്ക്കെത്തിയ വിശ്വാസികളെ ബിജെപി പ്രവർത്തകർ തടഞ്ഞതോടെ നേരിയ ഉന്തും തള്ളുമുണ്ടായി. വിശ്വാസികൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. സ്നേഹത്തണൽ സ്ഥാപന നടത്തിപ്പ് ക്രമക്കേടുകൾ ഒന്നുമില്ല എന്ന് ഉടമ പാസ്റ്റർ ബിനു. ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റിന് വ്യക്തിവിരോധമെന്നും കുപ്രചാരണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പാസ്റ്റർ ബിനു. സ്നേഹത്തണലിൻ്റെ പേരിൽ നാളിന്നു വരെ ഒരു പിരിവ് നടത്തുകയോ ഒരു വിദേശ ഫണ്ട് സ്വീകരിക്കുകയോ മറ്റൊരു കാര്യങ്ങളും ഇന്നുവരെ ചെയ്തിട്ടില്ല. എനിക്ക് ശുശ്രൂഷയിൽ കിട്ടുന്നതും എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൽ കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് ഇന്നുവരെ ഞങ്ങൾ ഈ കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായ ആതിരമാടത്തിന് എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിനോട് വ്യക്തിപരമായ ഒരു വൈരാഗ്യമുണ്ട്. സത്യത്തിന് നിരക്കാത്ത കള്ളങ്ങളാണ് ആതിരാമാടം പറഞ്ഞിരിക്കുന്നത്. അതിന് നിയമ നടപടിയുമായി ഞാൻ മുന്നോട്ട് പോകും. നിതിൻ തോമസ് വിവരങ്ങളുമായി ശരിയാണ്. നിതിൻ, ഇപ്പോൾ പ്രതിഷേധങ്ങളൊക്കെ അവസാനിച്ചോ? എന്താണിപ്പോൾ സംഭവിക്കുന്നത്? ഒപ്പം തന്നെ ഈ പാസ്റ്റർ ബിനുവിനെ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ, ഇയാളിപ്പോൾ ഈ വീഡിയോ എവിടെ നിന്നാണ് പുറത്തേക്ക് വിടുന്നത്? പാസ്റ്റർ ബിനുവിനെ അറസ്റ്റ് ചെയ്തിരുന്നില്ല അക്ഷയ. ഈ പാസ്റ്റർ ബിനുവിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരായ മാനേജരെയും അതുപോലെ തന്നെ മറ്റ് രണ്ട് ജീവനക്കാരെയും 3 പേരെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഈ പാസ്റ്റർ ബിനു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി എവിടെയായിരുന്നു എന്താണെന്നോ നമുക്ക് വ്യക്തമായ അറിവുകളില്ല. ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്താനായിട്ട് പ്രസ് ക്ലബിൽ എത്തുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെയും പ്രതിഷേധം ഉയർന്നതിനാൽ എത്താതിരിക്കുകയായിരുന്നു. പിന്നീട് സാമൂഹ്യ മാധ്യമത്തിലൂടെ ഒരു അറിയിപ്പ് പോലെ ഈ വീഡിയോ പ്രചരിപ്പിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 7 മണിയോടുകൂടെ തന്നെ ബിജെപി പ്രവർത്തകരും ആക്ഷൻ കൗൺസിൽ അംഗങ്ങളും എല്ലാം തന്നെ പത്തനംതിട്ട ഓമല്ലൂരിലുള്ള ഈ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിന്റെ ഏലോഹിം ആരാധനാ കേന്ദ്രത്തിന് മുന്നിൽ എത്തിയിരുന്നു. പ്രതിഷേധവും മുദ്രാവാക്യങ്ങളും എല്ലാമായിട്ട് വലിയൊരു പ്രതിഷേധം തന്നെയാണ് അവർ വെച്ചത്. അതിനുശേഷം അവർ പിന്തിരിഞ്ഞ് പോകുന്ന സമയത്താണ് 9 മണിയോടുകൂടെ വിശ്വാസികളും രംഗത്തേക്ക് എത്തിയത്. ഇത് വിശ്വാസികൾ എത്തിയതോട് കൂടിയിട്ട് ഇവരെ തടയാനായിട്ട് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കൗൺസിൽ മുന്നിലേക്ക് വന്നു. അതോടുകൂടിയിട്ട് വിശ്വാസികളും പ്രതിഷേധം ഉയർത്തി. ബൈബിൾ ഉയർത്തിയും ആരാധനാ വാക്യങ്ങൾ ഉച്ചത്തിൽ പറഞ്ഞും വിശ്വാസികൾ പ്രതിഷേധിച്ചു. ഇതോടുകൂടിയിട്ടാണ് സ്ഥലത്ത് വലിയൊരു സംഘർഷ സാഹചര്യം ഉടലെടുത്തത്. ആരാധനയ്ക്ക് എത്തുന്നവരെ തടയരുതെന്ന് പോലീസ് പറഞ്ഞു. ഏറെ നേരം ഈ പ്രതിഷേധങ്ങളും മുദ്രാവാക്യ വിളികളും ഇരുഭാഗത്തു നിന്നും മുദ്രാവാക്യ വിളികളും ഉയർന്നു. അതിനുശേഷമാണ് പോലീസിന്റെ പിന്തുണയോട് കൂടിയിട്ട് ഈ ആരാധനയ്ക്കായി എത്തിയ വിശ്വാസികൾ ഇവരുടെ ആരാധനാ കേന്ദ്രത്തിലേക്ക് ഓടിക്കയറിയത്. അതേസമയം സ്ഥാപന നടത്തിപ്പിൽ ക്രമക്കേടുകൾ ഒന്നുമില്ല എന്ന ഒരു ന്യായീകരണവുമായിട്ടാണ് ഇത്തരത്തിലൊരു സാമൂഹ്യ മാധ്യമത്തിലൂടെ ഒരു പോസ്റ്റുമായി പാസ്റ്റർ ബിനു രംഗത്തെത്തിയിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ഈ സാമൂഹ്യ നീതി വകുപ്പിന് മുന്നിലോ ഒന്നും തന്നെ ഇതുവരെയായിട്ടും പാസ്റ്റർ ബിനു വാഴമുട്ടം ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായിട്ടും ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പുറത്ത് വരികയോ ആർക്കും മൊഴി നൽകാനോ ഒന്നും തന്നെ ഇദ്ദേഹം മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു.